അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മക്കയെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. ആകാശഭൂമികളെ സൃഷ്ടിച്ച മുതൽ ഈ പ്രദേശത്തെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുക്കുകയും പവിത്രമാക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്ത് നംലിൽ 91-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, നീ പറയുക, ഈ രാജ്യത്തെ പവിത്രമാക്കി തീർത്ത ഇതിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുവാൻ മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വസ്തുവും അവൻ്റേതത്രേ, ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കണമെന്നും കൽപ്പിക്കപ്പെടുന്നു. അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശവും ശ്രേഷ്ഠമായ നാടും ഹറം ഷരീഫ് ഉൾക്കൊള്ളുന്ന നാടാകുന്നു എന്നത് സുസ്ഥിരമായ തെളിവുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. തിർമുദി എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ 3920-ാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയിരിക്കുന്നു കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഓ മക്ക, നീ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഏറ്റവും മഹത്വമേറിയ സ്ഥലം. അള്ളാഹു അവൻ്റെ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലവും നീ തന്നെയാണ്. നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വിശിഷ്ടവും. ഇവിടുത്തെ ജനങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ മറ്റെവിടെയും താമസിക്കുമായിരുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്താണ് ഈ വാക്കുകൾ പറഞ്ഞത്. ഈ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയോടുള്ള ഇഷ്ടത്തെയും സ്നേഹത്തെയും സൗഹൃദത്തെയുമാണ് കാട്ടിത്തരുന്നത്. പരിശുദ്ധ മക്കയിലുള്ള മസ്ജിദുൽ ഹറമിൽ ഇരുട്ട് പടർന്നതിനു ശേഷവും ആകാശത്തിൽ അവിടെ പ്രകാശപൂരിതമായിരിക്കുന്ന കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് കാണാൻ കഴിഞ്ഞത്. മക്കയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വേറിട്ടൊരു സൗന്ദര്യം തന്നെയാണ്. കൂട്ടത്തിൽ ഈ ഒരു കാഴ്ച മക്കയിൽ കാണപ്പെട്ടത് പരിശുദ്ധ കഅബാലയത്തെ വീണ്ടും മനോഹരമാക്കുന്നു. സുബ്ഹാനല്ലാഹ്.